ടോമിനേഷൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. കുട്ടീസെല്ലാം സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നും ചോറല്ലേ കൊടുക്കാറുള്ളത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചോറ് വന്നിട്ട് കഴിക്കാൻ വലിയ താല്പര്യമില്ല. കാരണം ഞാൻ ചോറ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പോയിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചോറൊന്നും വേണ്ടത് കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടും ചോറ് കുറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് മാറ്റി പിടിക്കാം, എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ 2 ഏത്തപ്പഴമുണ്ട്. ഈ 2 ഏത്തപ്പഴമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊണ്ട് വാഴയ്ക്കൊക്കെ ഉണ്ടാക്കാം. തോപ്പിക്ക് വാഴയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞാൻ അതേ പഴമെല്ലാം കട്ട് ചെയ്യണം. ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. തോപ്പിക്ക് വാഴയ്ക്കപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഫയാനും ഇഷ്ടമാണ്. ഫയാൻ എന്നാലും ഇഷ്ടം മുട്ട ബജി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് ഫയാന് ഇഷ്ടം. പിന്നെ പക്കവട അതൊക്കെ ഫയാന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ നട്ട മണി പ്ലാന്റാണ്. അത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ മൈദ മാവ് ഒരല്പം ഒരു പൊടിക്ക് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രമേ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കത്തുള്ളൂ. അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം. അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുകളിൽ തുണികളെല്ലാം ഉണങ്ങി കിടക്കുകയാണ്. അത് ചെന്നെടുക്കാം എന്നതാണ്. പിന്നെ ഇതാണ് എൻ്റെ ടെറസിലെ കാഴ്ചകൾ. പിന്നെ ഈ പ്ലാവുണ്ട്, നിറച്ചും ചക്കയുണ്ട്. ആരും പറിക്കുന്നതൊന്നും കണ്ടിട്ടില്ല, താഴെ വീഴുമായിരിക്കാം. പിന്നെ ഞാൻ തുണികളെല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ തുണികളെല്ലാം എടുത്ത് പിന്നെ കുറച്ച് ചെടികളിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ശ്രദ്ധക്കുറവ് കാരണം അതെല്ലാം പോയി. ഇൻഷാ അല്ലാ വീണ്ടും ചെടികൾ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ തുണി അവിടെ കൊണ്ട് ഇട്ടു. പിന്നെ ഓടി വന്നു വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഓരോന്നായിട്ട് പറക്കിയിട്ട് ചുട്ടെടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള വാഴയ്ക്കപ്പമാണ്. തോപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫയാന് ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തോപ്പിക്ക് ഇക്കാക്കാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം. അങ്ങനെ എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചായ ഇട്ടു. മക്കൾ രണ്ടുപേരും ബൂസ്റ്റാണ് കുടിക്കുന്നത്. എനിക്ക് ചായ വേണം. ചായ ഇട്ടു. ഫയാൻ ഇത്തിരി ചായ കുടിക്കും. അതുകൊണ്ട് ഫയാനും കൂടെ ഞാൻ ചായ എടുത്തിട്ടുണ്ട്. പിന്നെ ചായയും പിന്നെ വാഴയ്ക്കപ്പം എല്ലാം എടുത്ത് വച്ചു. ഫസ്റ്റ് ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവരും കഴിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വേണം തോപ്പിക്ക് ട്യൂഷന് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ടി വി ഇട്ട് കുറച്ച് അതിൻ്റെ ഇടവേളയിൽ ടി വി ഇട്ട് കാണാൻ ആൾ. പിന്നെ ഞങ്ങൾ ആസ് യൂഷ്വൽ 5 മണിയാകുമ്പോൾ ട്യൂഷന് കൊണ്ടാക്കണം. 7 മണിയാകുമ്പോൾ തിരിച്ച് വിളിക്കണം. ഇതൊരു ഞായറാഴ്ച വഴിയുള്ളൊരു പണിയാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കപ്പലണ്ടി റോഡിൽ കൂടെ കൊണ്ടുപോയപ്പോൾ വാങ്ങിച്ചായിരുന്നു. ഫയാന് ഭയങ്കര ഇഷ്ടമാണ്. ഫയാ മോനൊന്ന് തോപ്പിക്കൊന്ന് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ചപ്പാത്തി കടയിൽ വന്ന് കുറച്ച് ബെറോട്ട വേണം, ഒരു 5 ബെറോട്ട എനിക്കും പിള്ളേർക്കായിട്ട് വാങ്ങണമായിരുന്നു. അങ്ങനെ വന്ന് ഇവിടെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് 8 മണിയായി പിന്നെ കിട്ടത്തില്ല, നല്ല തിരക്കാവും. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവൻ ഭയങ്കര സ്പീഡിലാണ് ചപ്പാത്തി ആയാലും ബെറോട്ടയായാലും അവൻ ചെയ്യുന്നത്. ഇത് കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ്. അവൻ വേഗം എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തോപ്പിയെ വിളിക്കാനുള്ള സമയമായി. പിന്നെ ഞാൻ എൻ്റെ വാവയെ വിളിച്ചു. അവൻ വന്നു. പിന്നെ വന്ന വഴി തന്നെ അവന് വിശക്കണമെന്ന് പറഞ്ഞ് ബിസ്ക്കറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഓരോ ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. പിന്നെ ഇനി ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ രാത്രി ചപ്പാത്തിയല്ല ബെറോട്ടയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് നാളെയും വീണ്ടും വ്ലോഗിൽ കാണാം. അതുവരേക്കും ബൈ.